ഇറാൻ ഇസ്രായേൽ സംഘർഷം 7-ാം ദിവസത്തിലേക്ക് കടന്നു. ഇസ്രായേലിലെ ബേർഷബയിലെ ആശുപത്രിയിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇറാനിൽ ഇതുവരെ 639 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇസ്രായേലിൽ 24 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇസ്രയേലിലെ നെഗെവ് ജില്ലയിലെ ബേർഷേബയിലെ ആശുപത്രിയാണ് ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നത്. പരിക്കേറ്റ നിരവധി ആളുകളുടെ നില ഗുരുതരമാണ്. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇസ്രായേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അപലപിച്ചു. ടെലവീവിലും ഇറാൻ മിസൈൽ വർഷം നടത്തി. റമത് ഖാൻ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. ആശുപത്രി ആക്രമിച്ചതിന് ഇറാനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം തങ്ങൾ ലക്ഷ്യം വെച്ചത് ഗാവിയം ടെക്നോളജി പാർക്കിലെ ഇസ്രായേലി സൈനിക ഇന്റലിജൻസ് കേന്ദ്രമാണെന്ന് ഇറാൻ വിശദീകരിച്ചു. ബേർഷേബയിലെ ആശുപത്രി അതിനടുത്താണെന്നും ഇറാൻ പ്രതികരിച്ചു. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കി. അറക് ആണവ കേന്ദ്രത്തിലും നതാൻസ് ആണവ കേന്ദ്രത്തിലും ആക്രമണമുണ്ടായി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിൽ യുഎസും പങ്കാളിയാകുന്ന കാര്യത്തിൽ അമേരിക്ക എന്തു തീരുമാനിക്കുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇറാനും ഇസ്രയേലും അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരം ആവശ്യമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ അവകാശമുണ്ടെന്നും ജെറുസലേമിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പുടിൻ പ്രതികരിച്ചു. അതേസമയം ബുഷേഹറിൽ റഷ്യ നിർമ്മിച്ചിട്ടുള്ള ആണവ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ സുരക്ഷ ഇസ്രായേൽ ഉറപ്പു നൽകിയെന്നും പുടിൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.